അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലെ 11ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ ഒരു എപ്പിസോഡിൽ പ്രസ്തുത കോഴ്സിലെ 4 കിതാബുകളിൽ ഒന്നായ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദാഇ, അതിൻ്റെ 2ാം ഭാഗം അൽ ജുസ്ഉ സാനി, അതിലെ ആദ്യ പാഠമാണ്, 11ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ 1ാം ഭാഗത്ത് 24 കായിദകൾ പറഞ്ഞു. കായിദ എന്ന് പറഞ്ഞാൽ അറബിക് ഗ്രാമറിൻ്റെ നിയമം. ഓരോ കായിദകൾ നമ്മൾ പറഞ്ഞു, ആ കായിദക്കനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. 1ാം ഭാഗം അവിടെ തീർന്നു. ഇനി നമ്മൾ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2ാം ഭാഗത്തിൽ ആദ്യ ലെസൺ തന്നെ തുടങ്ങുന്നത് തഖ്സീമുൽ ഫഇൽ ഇലാ സ്വഹീഹിൽ ആഖിരി വ മുഅ്തലിൽ ആഖിരി. അതായത് ഫഇല് 2 വിധമുണ്ട്. ഫഇല് പല രീതിയിലും പല വിധങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു രീതി, അതിൻ്റെ അവസാനത്തെ ഹർഫ് ഏതാണ് എന്ന് പറഞ്ഞു തരാണ്. മറ്റൊരു നിയമം ഇതിലില്ല. അങ്ങനെ അവസാനത്തെ ഹർഫ് ഇന്നത് വരുമ്പോൾ എങ്ങനെയാണ് അറബിക് ഗ്രാമറിൽ വരിക, അതൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം പഠിക്കും. ഇപ്പോൾ അവസാനത്തെ ഹർഫ് ഏത് രീതിയിലാണ്, അത് സ്വഹീഹാണോ അത് മുഅ്തല്ലാണോ എന്ന് പറയുകയാണ് ഈ ഒരു പാഠത്തിൽ. എന്താണ് സ്വഹീഹ്, എന്താണ് മുഅ്തല് എന്നുള്ളത് വളരെ സിമ്പിളാണ്. മുഅ്തല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം രോഗം ബാധിച്ചവൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം, ഫേലിൻ്റെ അവസാനം രോഗം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വഹീഹാണോ ആരോഗ്യവാനാണോ എന്നാണ് നോക്കുന്നത്. നമ്മുടെ അറബി ഭാഷയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏത് മൈന്യൂട്ടായ കാര്യങ്ങളും വളരെ കൃത്യതയോടെ കണിശതയോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അറബി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ പ്രത്യേകതയും അതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ അറബി ഭാഷയിൽ 3 ഹർഫുകൾ ഇഅ്തിലാൽ ബാധിച്ചതായിട്ട് ബലഹീനമായിട്ടാണ് എണ്ണപ്പെടുന്നത്. അലിഫ്, വാവ്, യാ. നമ്മൾ ഇംഗ്ലീഷിൽ വൊവൽസ് പറയുന്നുണ്ട്, എ ഇ ഐ ഒ യു എന്നൊക്കെ പോലെ. അതിൻ്റെ അതേ ഒരു രീതിയല്ല, കാറ്റഗറി അല്ല ഇത് മറ്റൊരു രീതിയാണ്. അലിഫും വാവും യാവും ഇഅ്തിലാൽ ബലഹീനമായ ഹർഫുകൾ എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ മേലിൽ വലിയ വലിയ കട്ടിയുള്ള ഹർക്കത്ത്, അതുപോലെ തന്നെ ഷദ്ദുകൾ ഒന്നും അങ്ങനെ താങ്ങൂല. അതിനൊക്കെ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ഫെയില് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം, നിശ്ചിത കാലത്തുള്ള ഒരു പ്രവർത്തനത്തിന്റെ മേൽ അറിയിക്കുക. അത് ഫെയില് മാളിയാകാം, ഫെയില് മുളാരിയാകാം, ഫെയില് അംറാകാം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എന്തായാലും ഫെയിലിന്റെ അവസാനത്തെ ഹർഫ് ചിലപ്പോൾ ഈ ബലഹീനമായ 3 ഹർഫിൽ പെട്ടതാകാം, ചിലപ്പോൾ അതല്ലാത്തതാകാം. അതല്ലാത്തതിന് പറയല് സ്വഹീഹ് എന്നാണ്. ബലഹീനമായ ഹർഫ് എന്ന് പറഞ്ഞാൽ അതിന് മുഅ്തല് എന്ന് പറയും. മുഅ്തല് എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫാണ് ഒരു ഫെയിലിന്റെ അവസാനം വന്നത് എങ്കിൽ അതിന് മുഅ്തലുൽ ആഖിർ എന്ന് പറയും. ഫെയില് മുഅ്തലുൽ ആഖിറാണ് എന്ന് പറയും. ഇതല്ലാത്ത മറ്റുള്ള ഹർഫുകൾ ഏതെങ്കിലുമാണ് ഈ ഒരു ഫെയിലിന്റെ അവസാനം വന്നത് എങ്കിൽ അതിന് സ്വഹീഹുൽ ആഖിർ എന്നും പറയും. സ്വഹീഹുൽ ആഖിർ. ഈ ഒരു വിഷയം മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് സ്വഹീഹുൽ ആഖിറ ആയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, പിന്നെ അതിന്റെ എക്സസൈസുകൾ. മുഅ്തലുൽ ആഖിറ ആയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, പിന്നെ അതിന്റെ എക്സസൈസുകൾ. നമ്മൾ ഈ ഉദാഹരണങ്ങളും എക്സസൈസുകളും ഒക്കെ നോക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വൊക്കാബുലറി വർദ്ധിപ്പിക്കാം. പിന്നെ ഈ ഒരു സ്വഹീഹുൽ ആഖിറാണ് മുഅ്തലുൽ ആഖിറാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ഇനി വരും പാഠങ്ങളിൽ അതിന്റെ നിയമം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ തുടങ്ങുന്നത്. എന്തായാലും നമ്മൾ പാഠത്തിലേക്ക് വന്നു നോക്കാം. തഖ്സീമുൽ ഫഇലി ഇലാ സ്വഹീഹിൽ ആഖിരി വ മുഅ്തലിൽ ആഖിരി. അൽ അംസില. ഉദാഹരണം: അൽഖസ്സയ്യാദു ശബകതഹു ദഅൽ മരീദു അത്തബീബ യൽഖൽ മുസീഉ ജസാഅഹു. 3 ഉദാഹരണം. 4ാമത്തെ ഉദാഹരണം: സർവർ റജുലു. 5 തസ്ഫുസ് സമാഉ. 6 യദ്നു ഫസ്ലുശ് ശിതാഇ. 7ാമത്തത് ഖശിയ മുഹമ്മദുൻ റബ്ബഹു. 8 അബ്ഗി റിലൽ വാലിദൈനി. 9 യബ്നി അൽ ബന്നാഉ മസ്ജിദൻ. 10 അളമൽ മക്കാനു. 11
11 ഇത്തഖദൽ മിസ്ബാഹു, 12 യസ്തഹിമുൽ ഗൽമാനു. 12 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഓരോ 3 ഉദാഹരണങ്ങളും ഓരോ കാറ്റഗറിയാണ്. നമ്മൾ നോക്കാം. അൽഖ സയ്യാദു ശബക്കതഹു, സയ്യാദ് വേട്ടക്കാരൻ ഇട്ടു, ശബക്കതഹു അവന്റെ വല ഇട്ടു, വല എറിഞ്ഞു എന്നൊക്കെ പറയാം. വല ഉണ്ട് താഴത്തേക്ക് എറിയ, അല്ലെങ്കിൽ ഇരയെ കൊള്ള വല എറിയ, അല്ലെങ്കിൽ വല ഇട്ടു. അൽഖ സയ്യാദു, സയ്യാദ് എന്ന് പറഞ്ഞ വേട്ടക്കാരൻ, അൽഖ ഇട്ടു, ശബക്കതഹു അവന്റെ വല ഇട്ടു. നമ്മളൊരു മുമ്പ് പഠിച്ച പാഠത്തിന്റെ ഒരു മുൻപരിചയം എന്നുള്ള നിലക്ക്, ഞാൻ എല്ലാ ഉദാഹരണങ്ങളും വിശദീകരിക്കൂല, മുൻപരിചയം എന്നുള്ള നിലക്ക് നമ്മൾ ഈ അൽഖ സയ്യാദു ശബക്കതഹു എന്ന് വിശദാക്കുകയാണെങ്കിൽ, അൽഖ എന്നുള്ളത് ഒരു ഫെയിലാണ്, സയ്യാദ് എന്നുള്ളത് ആ ഫെയിലിന്റെ ഫായിലാണ്. അൽഖ എന്നുള്ളൊരു ഫെയിൽ വന്നതുകൊണ്ട് അതിന് ശേഷം ഒരു ഫായിൽ വന്നു. അപ്പൊ അൽഖ സയ്യാദു, നമ്മൾ പറഞ്ഞത് ഫായിലിന് റഫ് ആണ്, എപ്പോഴും മർഫു ആയിരിക്കും, ലമ്മത്തായിരിക്കും അവസാനത്തെ ഹർക്കത്ത്. കണ്ടിലെ അൽഖ സയ്യാദു എന്ന് പറയുമ്പോൾ ലമ്മത്താണ്. ശബക്കതഹു എന്ന് പറയുമ്പോൾ ആ അൽഖ എന്നുള്ള ഫെയിലിന്റെ മഫ്ഊലു ബിഹി ആണ് ശബക്കത്ത. അതുകൊണ്ടാണ് ശബക്കത്ത എന്ന് പറഞ്ഞത്. നമ്മളിവിടെ ശബക്കതഹു എന്നുള്ളത് ഒറ്റ വാക്കല്ല, ഹു എന്നുള്ളത് മറ്റൊരു ഇസ്മാണ്. അതിന് ഇസ്മുൽ ലമീർ എന്നാണ് പറയുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം പഠിക്കും. ഇവിടെ അൽഖ സയ്യാദു ശബക്കതഹു എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ പാഠവുമായി ബന്ധപ്പെട്ടതല്ല പറയുന്നത്, ഒരു മുൻപരിചയമാണ്. അൽഖ സയ്യാദു ശബക്കതഹു എന്ന് പറഞ്ഞാൽ ശബക്കത്ത എന്നുള്ളത് മഫ്ഊലു ബിഹി ആണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കൊടുത്തത്. ശബക്കതഹു എന്ന് പറഞ്ഞാൽ ലൊമ്മല്ലേ എന്ന് ചോദിക്കരുത്, കാരണം അതിന്റെ മഫ്ഊലു ബിഹി ശബക്കത്ത എന്നുള്ളൊരു വാക്ക് മാത്രമാണ്. ഹു എന്നുള്ളത് മറ്റൊരു വാക്കാണ്. അത് നമ്മൾ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. ശബക്കതഹു അവന്റെ വല ഇട്ടു, അവന്റെ എന്നുള്ളൊരു അർത്ഥം കിട്ടുന്നതാണ് ഹു. ശബക്കത്തൻ എന്ന് പറഞ്ഞാൽ അൽഖ സയ്യാദു ശബക്കത്തൻ എന്ന് പറഞ്ഞാൽ ഫെയിലും ഫായിലും മഫൂലുമായി, അതോടുകൂടി കഴിഞ്ഞു. ശബക്കത്തൻ എന്ന് പറഞ്ഞാൽ മഫൂലാണ്, മഫൂലിന് മൻസൂബാണ് നമ്മൾ പറഞ്ഞു, നെസ്ബാണ്, അപ്പൊ ഫതഹാണ് എന്നൊക്കെ കഴിഞ്ഞു. എന്നാൽ ഇവിടെ വല ഇട്ടു എന്ന് മാത്രമല്ല, വേട്ടക്കാരൻ വല ഇട്ടു എന്ന് മാത്രമല്ല, വേട്ടക്കാരൻ അവന്റെ വല ഇട്ടു എന്നാണ്. അപ്പൊ അൽഖ സയ്യാദു ശബക്കതഹു, ഹു എന്ന് പറഞ്ഞാൽ അവന്റെ എന്ന് വിചാരിച്ച് ഹു എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം അവന്റെ എന്നുള്ളത് എഴുതി വെക്കണ്ട. അതൊക്കെ ഇതിന്റെ ഒരു കോണ്ടക്സ്റ്റലായിട്ട് വരുന്നതാണ്, സാഹചര്യം അനുസരിച്ച് വരുന്നതാണ്. ഡീറ്റെയിൽ സ്റ്റഡിയിൽ പഠിക്കാം. ശബക്കതഹു എന്ന് പറഞ്ഞാൽ അവന്റെ വലയ. അപ്പൊ ശബക്കത്ത എന്നുള്ളത് മഫ്ഊലാണ്, അതിന് നെസ്ബ് കിട്ടി. ഈ ജുംല അൽഖ സയ്യാദു ശബക്കത്ത എന്നുള്ള ഒരു ജുംലയാണല്ലോ, ഒരു പരിപൂർണ അർത്ഥം തരുന്നൊരു ജുംലയാണ്. അപ്പൊ നമുക്ക് ജുംല മുഫീദയാണെന്ന് പറയാം. പിന്നെ ഈ ജുംല ഫെലിയാണോ ഇസ്മിയാണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അത് ജുംല ഇസ്മിയ അല്ല, ജുംല ഫെലിയ ആണ് എന്ന് പറയാം. കാരണം ജുംല ഫെലിയ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലും അതിന്റെ ഫായിലും കൂടുന്നതാണ്. ഒരു കൂടിയ ജുംലയാണെങ്കിൽ, ഒരു ഫെയിലും അതിന്റെ ഫായിലും കൂടിയ ജുംലയാണെങ്കിൽ അതിന് ജുംല ഫെലിയ എന്നാണ് പറയുന്നത്. ഇവിടെ അൽഖ എന്നുള്ളത് ഫെയിലുണ്ട്, സയ്യാദ് എന്നുള്ളത് അതിന്റെ ഫായിലാണ്, ശബക്കത്ത് മഫൂലാണ്. അപ്പൊ ഫെയിലും ഫായിലും ഉണ്ടായതുകൊണ്ട് ഇതിന് ജുംല ഫെലിയ എന്ന് പറയാം. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ പാഠം അൽഖ സയ്യാദു ശബക്കതഹു, വേട്ടക്കാരൻ അവന്റെ വല ഇട്ടു. ഇവിടെ അൽഖ എന്നുള്ള ഫെയില്. ദഅൽ മരീദു അത്വബീബ, രോഗി വിളിച്ചു, അത്വബീബ ഡോക്ടറെ വിളിച്ചു. ദാ എന്നുള്ള ഫെയില്, അതിനുശേഷം അൽ മരീദു രോഗി, അത്വബീബ ഡോക്ടറെ വിളിച്ചു. ദാ എന്നുള്ള ഫെയില്. ഇതാണ് നമ്മളെ പാഠം. യൽക്കൽ മുസീഉ, തെറ്റ് ചെയ്തവൻ കണ്ടുമുട്ടും, ജസാഅഹു അതിന്റെ പ്രതിഫലം, അത് പ്രതിഫലം അവനക്ക് കിട്ടും എന്നർത്ഥം, പ്രതിഫലം അവന് കിട്ടും. അപ്പൊ യൽഖ എന്നുള്ള ഫെയില് അത് മുലാരിയ ഫെയിലാണ്. ആദ്യം പറഞ്ഞ അൽഖ എന്നുള്ളതും ദാ എന്നുള്ളതും മാളിയ ഫെയിലായിരുന്നു. യൽഖ എന്നുള്ളത് മുലാരിയ ഫെയിലാണ്. യൽക്കൽ മുസീഉ ജസാഅഹു, തെറ്റ് ചെയ്തവൻ, മുസീ എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്തവൻ, ജസാഅഹു അതിന്റെ പ്രതിഫലം അവന് കിട്ടും. അപ്പൊ ഈ ഒരു 3 ഉദാഹരണങ്ങളില് അൽഖ, ദാ, യൽഖ എന്ന് പറഞ്ഞാലൊക്കെ ആ എന്നാണ് അവസാനിച്ചത്. അപ്പൊ അവസാനം അലിഫാണ് എന്ന് നമുക്ക് പറയാം. ഈ 3 ഉദാഹരണത്തിന്റെയും അവസാനം അലിഫാണ്. അലിഫ്, വാവ്, യാ വന്നാൽ അതിന് മുഅത്തല്ലുൽ ആഖിർ എന്നാണ് പറയല്. അപ്പൊ ഈ 3 ഉദാഹരണത്തിലെ ഫീലുകളും മുഅത്തല്ലുൽ ആഖിറാണ്. അൽഖ, ദാ, യൽഖ. 4ാമത്തെ ഉദാഹരണം സർവർ റജുലു, പുരുഷൻ മാന്യനായി, ബഹുമാന്യനായി, ഷറഫുള്ളവനായി, ഷറഫ് മാന്യതയുള്ളവനായി, മഹത്വമുള്ളവനായി, ഒരു പുരുഷൻ മഹത്വമുള്ളവനായി. തസ്ഫുസ് സമാഉ, ആകാശം തെളിയുന്നു, മേഘങ്ങളൊന്നുമില്ല. ഗമാമ്, ഗമ്മ എന്ന് പറയും മേഘാവൃതമായി. എന്നാൽ ആ മേഘങ്ങളൊന്നുമില്ലാതെ ആകാശം തെളിയുന്നതിന് സഫാ, തസ്ഫുസ് സഫാഉ, തസ്ഫുസ് സമാഉ ആകാശം തെളിയുന്നു. സർവർ റജുലു, പുരുഷൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ മഹത്വമുള്ളവനായി. തസ്ഫുസ് സമാഉ ആകാശം തെളിയുന്നു. യദ്നു ഫസ്ലു ശിതാഇ, ശിതാ കാലം, ശൈത്യകാലം അടുക്കുന്നു.
ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാലം എന്നർത്ഥം വെച്ചാൽ മതി. പിന്നെ ഫസ്ലിന് ഒരുപാട് അർത്ഥമുണ്ട്. ഫസ്ൽ നമ്മളെ പാഠം എന്നർത്ഥമുണ്ട്, പിന്നെ സെമസ്റ്റർ എന്നർത്ഥമുണ്ട്. അങ്ങനെ പിന്നെ ഫസ്ൽ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിക്കുക, തീരുമാനമാക്കുക, അങ്ങനെ പല അർത്ഥമുണ്ട്. ഇവിടെ യദ്നു ഫസ്ലു ശിതായി, ശൈത്യകാലം അടുക്കുന്നു, യദ്നു. അപ്പൊ ഈ ഒരു 3 ഉദാഹരണങ്ങളിൽ 4, 5, 6 ഉദാഹരണങ്ങൾ സർവ, തസ്ഫു, യദ്നു, ഇതൊക്കെ അവസാനം വാവാണ് വന്നിട്ടുള്ളത്. അലിഫ് വാവ് യാ, അല്ലെങ്കിൽ നമ്മള് അലിഫ് വാവ് യാ മുഅത്തലിൽ ആഖിറാണ്. ഇവിടെ വാവ് വന്നതുകൊണ്ട് മുഅത്തലിൽ ആഖിറാണ് ഈ 3 ഫീലുകളും. 7ാമത്തെ ഉദാഹരണം ഖശിയ മുഹമ്മദുൻ റബ്ബഹു. ഖശിയ മുഹമ്മദുൻ റബ്ബഹു, മുഹമ്മദ് ഭയപ്പെട്ടു, റബ്ബഹു തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടു. ഖശിയ എന്നുള്ളൊരു വാക്ക്. അബ്ഗി ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വിഷ്, റിലൽ വാലിദൈനി മാതാപിതാക്കളുടെ പ്രീതി ഞാൻ ആഗ്രഹിക്കുന്നു. യബ്നി അൽ ബന്നാഉ നിർമ്മാതാവ് നിർമ്മിക്കുന്നു, മസ്ജിദൻ പള്ളി നിർമ്മിക്കുന്നു. അപ്പൊ ഇവിടെ ഖശിയ, അബ്ഗി, യബ്നി എന്നുള്ള 3 വാക്കിൽ അവസാനം വരുന്നത് യാ ആണ്. അപ്പൊ അലിഫ് വന്നു, വാവ് വന്നു, യാ വന്നു. ഇങ്ങനെ അലിഫോ വാവോ യാ വന്നാൽ ആ ഫേലിന് മുഅത്തല്ലുൽ ആഖിർ എന്നാണ് പറയുക. 10ാമത്തെ ഉദാഹരണം അദ്ലമൽ മകാനു, സ്ഥലം ഇരുളടഞ്ഞതായി. ആ സ്ഥലം ഇരുളടഞ്ഞതായി. ആ സ്ഥലം എന്നില്ല, സ്ഥലം ഇരുളടഞ്ഞതായി. ഇത്തഖദൽ മിസ്ബാഹു, വിളക്ക് കത്തി. വിളക്ക് കത്തി. യസ്തഹിമുൽ ഗിൽമാനു, കുട്ടികൾ കുളിക്കുന്നു. അപ്പൊ ഇവിടെ 10, 11, 12 ഉദാഹരണങ്ങൾ അദ്ലമ, ഇത്തഖദ, യസ്തഹിമു ഈ 3 ഫേലുകളും അവസാനം അലിഫോ വാവോ യാഓ അല്ല. അലിഫും വാവും യാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹർഫാണെങ്കിൽ അതിന് നമ്മൾ സ്വഹീഹുൽ ആഖിർ എന്ന് പറയും. ഈ പാഠത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫിഅല് മുഅത്തലുൽ ആഖിറായിട്ടും വരും, സ്വഹീഹുൽ ആഖിറായിട്ടും വരും. മുഅത്തലുൽ ആഖിറായിട്ട് വരുമ്പോ അവസാനത്തെ ഹർഫ് അലിഫോ വാവോ യാഓ ആയിരിക്കും. സ്വഹീഹുൽ ആഖിറായിട്ട് വരുമ്പോൾ ഈ 3 അല്ലാത്ത മറ്റേതെങ്കിലും ഹർഫായിരിക്കും. ഇനി അതിന്റെ കായിദയിലേക്ക് നമുക്ക് പോകാം. കായിദ നമ്പർ 25. നമ്മൾ 24 കായിദകളാണ് പറഞ്ഞത്. 10ാമത്തെ എപ്പിസോഡ് ആ 24 കായിദകളും ഷോർട്ട് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. 25ാമത്തെ കായിദയിലേക്ക് അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിരി. മുഅത്തല്ലുൽ ആഖിറായ ഫിഅല് എന്ന് പറഞ്ഞാൽ ഹുവ മാ കാന ആഖിറുഹു, അത് മാ കാന ആഖിറുഹു അലിഫൻ ഔ വാവൻ ഔ യാഅൻ, അവസാനം എന്തായിരിക്കും? അലിഫായിരിക്കും, അല്ലെങ്കിൽ വാവായിരിക്കും, അല്ലെങ്കിൽ യാ ആയിരിക്കും. വതുസമ്മ ഹാദിഹിൽ അഹ്റുഫു സലാസതു, ഈ അലിഫ് വാവ് യാ എന്നുള്ള 3 ഹർഫുകൾക്കും പറയപ്പെടും ബി അഹ്റുഫിൽ ഇല്ലത്തി, അഹ്റുഫിൽ ഇല്ലത്ത് എന്ന് പറയും. ഇല്ലത്തിന്റെ ഹർഫുകൾ എന്നാണ് ഇതിന് പറയാ. ഇല്ലത്തിന്റെ ഹർഫുകൾ, ഈ ഇല്ലത്തിന്റെ ഹർഫുകളുള്ള ഫെയിലിന് മുഅത്തല്ലുൽ ആഖിർ എന്നും പറയും, അല്ലെങ്കിൽ മുഅത്തല്ലായ ഫെയില് എന്ന് പറയും. ഫെയിലുൽ മുഅത്തല്ല്. ഇവിടെ മുഅത്തല്ലുൽ ആഖിർ തന്നെ പറയാൻ കാരണം ഇനി നമ്മൾ അടുത്ത പാഠങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട്. സെന്ററിൽ മുഅത്തല്ലായ ഫെയിലുകൾ ഉണ്ടാവും. അതായത് ഈ അലിഫോ വാവ യാ നടുവിൽ വന്നാല് ആദ്യം വന്നാലുണ്ടാവും. ആദ്യം ഈ മുഅത്തല്ല്, അപ്പൊ മുഅത്തല്ലുൽ ആഖിർ എന്നല്ല അതിന് പറയല്. അതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ആ പാഠങ്ങളിലൊക്കെ പഠിക്കാം. അതൊക്കെ ആ പാഠങ്ങളിൽ പഠിക്കാം. ഇപ്പൊ ഇവിടെ മുഅത്തല്ലുൽ ആഖിറായ ഫെയില് എന്ന് പറഞ്ഞാൽ അവസാനം അലിഫോ വാവോ യാഓ ആയ ഫെയിലുകൾക്ക് മുഅത്തല്ലുൽ ആഖിർ എന്ന് പറയും. ഈ അലിഫും വാവും യാനും ഇല്ലത്തിന്റെ ഹർഫ് എന്നും പറയും. ഖായിദ 26 അൽ ഫിഅലു സഹീഹുൽ ആഖിരി, സഹീഹുൽ ആഖിറായ ഫിഅല് ഹുവ മാ ലം യകുൻ ആഖിറുഹു ഹർഫൻ മിൻ അഹ്റുഫിൽ ഇല്ലത്തി സലാസതി, ഈ 3 ഇല്ലത്തിന്റെ ഹർഫിൽപ്പെട്ട ഹർഫ് ആകാതിരുന്നാൽ അതിന്റെ അവസാനം ഈ 3 ഇല്ലത്തിന്റെ ഹർഫിൽപ്പെട്ട ഒരു ഹർഫും ആയിട്ടില്ലെങ്കിൽ അതിനെ സഹീഹുൽ ആഖിർ എന്നാണ് പറയുക. ഇതാണ് 2 കായിദകൾ, 25ഉം 26ഉം. ഇനി ഇതിന്റെ തംരീനാത്തുകൾ. തംരീന് 1 അയ്യിനിൽ അഫ്ആല സ്വഹീഹത്തൽ ആഖിരി വൽ മുഅത്തല്ലത്തൽ ആഖിരി ഫിൽ ഇബാറാത്തിൽ ആതിയ. താഴെ ഒരു വാചകം കൊടുക്കുന്നുണ്ട്, ഒരു പാരഗ്രാഫാണ്. അതിൽ പിന്നെ സ്വഹീഹുൽ ആഖിർ ഏതാണ് ഫെയില്, മുഅത്തല്ലുൽ ആഖിറായ ഫെയില് ഏതാണ് എന്ന് വ്യക്തമാക്കുക. ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം, അർത്ഥം വെക്കാം. ഖറജ ഫരീദുൻ യതനസ്സഹു വയുമത്തിഉ നദ്റഹു ബിമഹാസിനി ത്വബിഅതി ഫസാദഫ ജദ്വലൻ. ഖറജ ഫരീദുൻ യതനസ്സഹു, ഫരീദ് പിക്നിക്കിനായി പുറപ്പെട്ടു. അതായത് ഒന്ന് എന്റർടൈൻ ചെയ്യാനായി, ആസ്വദിക്കാൻ, ഉല്ലസിക്കാൻ പുറപ്പെട്ടു. ഉല്ലസിക്കുന്നവനായിട്ട് പുറപ്പെട്ടു. അവിടെ യതനസ്സഹു എന്നുള്ളത് മുദാരിയ ഫെയിലാണ്. അപ്പൊ ഉല്ലസിക്കുന്നവനായി പുറപ്പെട്ടു. പിന്നെ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. വയുമത്തിഉ നദ്റഹു, അവന്റെ കണ്ണ് അവൻ കുളിർമ കൊള്ളിപ്പിക്കുന്നു. ബി മഹാസിനി ത്വബിഅതി, പ്രകൃതിയിലെ നല്ല ദൃശ്യങ്ങൾ കൊണ്ട്. മഹാസിൻ എന്ന് പറഞ്ഞാൽ നല്ല ദൃശ്യങ്ങൾ.
ബി മഹാസിനി ത്വബിയത്തി, പ്രകൃതിയുടെ നല്ല ദൃശ്യങ്ങൾ കൊണ്ട് അവന്റെ കണ്ണിന് അവൻ കുളിർമ ഏകിക്കുന്നു, നല്ല ഉഷാറാക്കുന്നു കണ്ണിനൊക്കെ. ഫസോദഫ, അങ്ങനെ പോകവേ ഫസോദഫ ജദ്വലൻ, ഒരു അരുവി പെട്ടെന്ന് കണ്ടു, കാണാനിടയായി, യാദൃശികമായി കാണാനിടയായതിനാണ് സോദഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ഫസോദഫ ജദ്വലൻ, ഒരു അരുവി കാണാനിടയായി. യജ്രി മാഉഹു, അതിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഒരു അരുവി ഉണ്ട്, അതിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒഴുകുമ്പോൾ ആ അരുവി കൃഷി നനക്കുന്നുണ്ട്. വൈരുത്തിഫുൽ ഹവ, അവിടെയുള്ള ക്ലൈമറ്റിനെ ഒന്ന് ഉഷാറാക്കുന്നുണ്ട്, നല്ല പുതിയതാക്കുന്നുണ്ട്, ക്ലൈമറ്റിനെ ഒന്ന് മെച്ചപ്പെടുത്തുന്നുണ്ട്. വലക്കിയ അഗ്നാമൻ, ആ ഫരീദ് കണ്ടുമുട്ടിയ അഗ്നാമൻ ഒരുപാട് ആടുകളെ കണ്ടുമുട്ടി. തെറൂഹു തഗ്ദു ആമിനത്തൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നിർഭയത്വത്തോടെ, ഒരു പേടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. തെറാൽ കല, പുല്ലിൽ മേയുന്നു. ഒത്തശ്രബുൽ മാ, ആ ആടുകള് വെള്ളം കുടിക്കുന്നു. അങ്ങനെ ആ അസ്ജാരൻ, ഫരീദ് കണ്ടു അസ്ജാരൻ കുറെ മരങ്ങള്. തദുരു അസ്മാറുഹ, അതിന്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ അടുക്കുന്നു. തെമീലുബി അഹ്സാനിഹ, അതിന്റെ കൊമ്പുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ, കൊമ്പുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവുന്നു, ചായുന്നു, ചെരിയുന്നു. ഫവഖഫ ഇൻദഹ സാഅത്തൻ, അപ്പൊ അവൻ നിന്നു. ഇൻദഹ, മരത്തിന്റെ അടുത്ത്, സാഅത്തൻ കുറച്ച് സമയം നിന്നു. ഹത്ത ഇദാ മാലത്തി ശംസു, അങ്ങനെ സൂര്യൻ ഇലൽ ഉറൂബി, പടിഞ്ഞാറോട്ട് ചെരിഞ്ഞപ്പോൾ ഖഫല റാജിയൻ, അവൻ മടങ്ങുന്നവനായിട്ട് പോയി അങ്ങനെ മടങ്ങി എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു പാരഗ്രാഫില് ഒരുപാട് ഫെയിലുകൾ ഉണ്ട്. ഖറജ, യതനസ്സഹു, യുമത്തിഉ, സോദഫ, യജ്രി, യുർവി, യുലത്തിഫു, ലഖിയ, തറൂഹു, തഗ്ദു, തറാ, തശ്റബു, റഅ, തദുനു, തമീലു, വഖഫ, മാലത്ത്, ഖഫല, അതൊക്കെ ഫെയിലുകളാണ്. ഈ ഫെയിലുകളിൽ ചിലത് മുഅ്തലുൽ ആഖിറാണ്, മറ്റു ചിലത് സഹീഹുൽ ആഖിറാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ഫെയിലുകളിൽ മുഅ്തലുൽ ആഖിർ ഏതാണ് എന്നും സഹീഹുൽ ആഖിർ ഏതാണെന്നും കണ്ടെത്തുക എന്നതാണ് പറഞ്ഞത്. തംരീൻ നമ്പർ 2, ഇജ്അൽ കുല്ല ഇസ്മിൻ മിനൽ അസ്മാഇൽ ആതിയ ഫായിലൻ ലിഫൈലിൻ മുഅ്തലുൽ ആഖിർ. താഴെ ഒരുപാട് ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഇസ്മുകൾക്കൊക്കെ ഒരു ഫെയില്, മുഅ്തലുൽ ആഖിറായ ഫെയില് കണ്ടെത്തുക. ഇപ്പോ അൽ മാ, അദ്ദിബ്, അൽ ഹിസാന്, അർ റജുല്, അത്തിഫ്ല്, അൽ ഗനം, ഇങ്ങനെ പിന്നെ 6 ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾക്ക് ഒരു ഫെയില് കണ്ടെത്തുക. ഈ ഇസ്മുകളെ എന്താക്കണം, ഫായിലാക്കണം. ഈ ഇസ്മുകൾ എന്താക്കണം, ഫായിലാക്കണം. ഫായിലായ പിന്നെ ഇസ്മാക്കണം. അതിനൊരു ഫെയില് കണ്ടെത്തുക. ആ ഫെയിലിന്റെ ഫായിലാകണം ഈ 6 ഇസ്മുകൾ. പക്ഷെ ആ ഫെയിലുകൾ എന്താകണം, മുഅ്തലുൽ ആഖിർ ആകണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊക്കെ ഒരു ഫെയില് ഞാൻ ഇങ്ങനെ ഓരോന്നിനും കൊടുക്കാം, നിങ്ങൾ വേറെ ഫെയില് കണ്ടെത്തി കൊടുത്താൽ മതി. ഇപ്പോ മാ എന്ന് പറഞ്ഞു, സൊഫൽ മാഉ, വെള്ളം തെളിഞ്ഞു. സൊഫ എന്നുള്ളത് ഫെയിലാണ്, മാ എന്നുള്ളത് അതിന്റെ ഫായിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ സൊഫൽ മാഉ. അവദ്ദിബു, നമ്മൾ ദേബു എന്ന് പറഞ്ഞിരുന്നു. അവദ്ദിബു, ചെന്നായ ഓരിയിട്ടു. സറൽ ഹിസാനു, കുതിര നടന്നു. ബഖിയർ റജുലു, പുരുഷൻ അവിടെ തന്നെ നിന്നു. ബഖത്തിഫ്ലു, കുട്ടി കരഞ്ഞു. തറഅൽ ഗനമു, ആട് മേയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ 6 ഇസ്മുകൾ കൊടുത്തിരുന്നു. ആ ഇസ്മിനെ ഫായിലാക്കിയിട്ട് നമ്മൾ ഓരോ ഫെയിലുകൾ പറഞ്ഞു. ആ ഫെയിലൊക്കെ മുഅ്തലുൽ ആഖിറാണ്. ഇനി അതേപോലെ തന്നെ അതിൽ രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് നമ്മൾ 6 ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. ആ 6 ഇസ്മുകളൊക്കെ മഫ്ഊലാക്കുക. എന്നിട്ട് അതിന് ഫെയിലുകള്, മുഅ്തലുൽ ആഖിറായ ഫെയിലുകള്, അതിന് സ്വഹീഹുൽ ആഖിറായ ഫെയിലുകൾ കണ്ടെത്താനാ പറഞ്ഞത്. പിന്നെ അതിന്റെ അടുത്ത തംരീന്റെ ബാ, ഇജ്അൽ കുല്ല ഇസ്മിൻ മിനൽ അസ്മാഇൽ ആതിയ മഫ്ഊലൻ ബിഹി ലിഫീലിൻ സ്വഹീഹുൽ ആഖിരി. താഴെ 6 പിന്നെ ഇസ്മുകൾ ഉണ്ട്. ആ ഇസ്മുകളൊക്കെ മഫ്ഊലാക്കുക. അപ്പൊ ഒരു ഫെയിലും ഫായിലും മുമ്പ് വരണം. എന്നിട്ട് ആ ഫെയിൽ എന്തായിരിക്കണം? സ്വഹീഹുൽ ആഖിറായിരിക്കണം. തുആം, ഖുറത്ത്, ഇബ്രീഖ്, ബാബ്, സൗബ്, ഹിദാ, ഈ പിന്നെ 6 എണ്ണം. ഈ 6 എണ്ണത്തിന് നമ്മൾ എന്താ പറയാ? ഒരു ഉദാഹരണം പറഞ്ഞാൽ അഹ്ലർത്തു തുആമ. അപ്പൊ തുആമ എന്നുള്ളത് മഫ്ഊലാക്കി. അഹ്ലർത്തു, ഞാൻ പിന്നെ കൊണ്ടുവന്നു. അവിടെ അഹ്ലർത്തു എന്ന് പറഞ്ഞാൽ ഫെയിലും ഫായിലും അതിലുണ്ട്. അഹ്ലറ എന്നുള്ളത് ഫെയിലും തു എന്നുള്ളത് ഫായിലുമാണ്, ഞാൻ. അപ്പൊ ഞാൻ കൊണ്ടുവന്നു അത്വാമ, ഭക്ഷണം. സ്വദ്ദത്തുൽ ഖുറത്ത, പന്ത് തട്ടി. അപ്പൊ ഖുറത്ത് എന്നുള്ളത് മഫ്ഊലായി. കസർത്തുൽ ഇബ്രീക, ഞാൻ പൊട്ടിച്ചു. ഫതഹ്തുൽ ബാബ, അവിടൊക്കെ ഇസ്മ എന്താണ്? മഫ്ഊലാണ് ആയിട്ടുള്ളത്. ഗസൽതു സൗബ,
വസ്ത്രം കഴുകി. അസ്ലഹത്തുൽ ഹിദാ, ചെരുപ്പ് ഞാൻ നന്നാക്കി. ഇവിടൊക്കെ ഫെയിലും ഫായിലും വന്ന് അതിനുശേഷം ഈ പറയപ്പെട്ട 6 ഇസ്മുകളും എന്തായിട്ടുണ്ട്? മഫ്ഊലായിട്ടുണ്ട്. ഏതിന്? സ്വഹീഹുൽ ആഖിറായ ഫെയിലിന്റെ മഫ്ഊലായിട്ടുണ്ട്. ഈ പറഞ്ഞ ഫെയിലുകളൊക്കെ അഹ്ലറ, സദ്ദദ, കസ്സറ, ഫതഹ, ഗസല, അസ്ലഹ ഒക്കെ സ്വഹീഹുൽ ആഖിറായ ഫെയിലുകളാണ്. ഇനിയും തംറീനുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ചില പാഠങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ തംറീനുകൾ നോക്കാം. ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. കാരണം ഇതിൽ ഒരുപാട് നിയമങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ തംറീനുകൾ ചർച്ച ചെയ്യാം. ഇതിലിപ്പോ ആകെ നമ്മൾ 2 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന്, ഫെയില് ചിലപ്പോൾ അവസാനം അലിഫോ വാവോ ആയിരിക്കും, അതിന് മുഅത്തൽ ആഖിർ എന്ന് പറയും. ചിലപ്പോൾ ഈ 3 ഹർഫ് അല്ലാത്ത മറ്റെന്തെങ്കിലും പിന്നെ ഹർഫുകളായിരിക്കും അറബി ഭാഷയിൽ നിന്നുള്ള, അതിന് സ്വഹീഹുൽ ആഖിർ എന്നും പറയും. അത്ര നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുള്ളൂ. 25ഉം 26ഉം കായികകൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ പഠിച്ചു. ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.